ഇവര് അയാൾക്ക് പണം കൊടുത്തവരാ. ഇപ്പൊ നമ്മളെ തേടി പിടിച്ചു വന്നിരിക്കുക. നമുക്കതുമായൊന്നും ഒരു ബന്ധമില്ലെന്ന് അച്ഛന് പറയായിരുന്നില്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ബീനെ. അതെന്താ? നമ്മുടെ സൂരജ് ഇപ്പൊ അവരുടെ കസ്റ്റഡിയില്ല. സൂരജിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോയെന്ന് പറയുന്നത് ഇവരാ. എന്റെ ഈശ്വര, ഞാനിത് എന്തൊക്കെ ഈ കേൾക്കുന്നത്? അവരെന്തിനാ ഇപ്പൊ സൂരജിനെ പിടിച്ചോണ്ട് പോയത്? അന്ന് അഡ്വാൻസ് തന്ന പണം തിരിച്ചു വാങ്ങാനാണോ? അതായിരുന്നുവെങ്കിൽ ആ പണം തിരിച്ചേൽപ്പിച്ച് സൂരജുമായല്ലേ ഞാൻ തിരിച്ചു വരുമായിരുന്നുള്ളൂ. പിന്നെന്താ അവർക്ക് വേണ്ടത്? ഒന്നുകിൽ ആ വിഗ്രഹം അവർക്ക് തിരികെ കൊടുക്കണം. അതെങ്ങനെ എടുക്കാനാ? അതിൽ തൊട്ടാ പിന്നെ നിലം തൊടാൻ പറ്റില്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു. അതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. വിഗ്രഹം എടുത്ത് കൈ കൊടുത്താ അവര് കൊണ്ടുപോയിക്കൊള്ളാമെന്നാ പറഞ്ഞത്. അതല്ലെങ്കിൽ 1 കോടി രൂപ അവർക്ക് കൊടുക്കണം. 1 കോടി രൂപയോ? അതെ. 1 കോടി രൂപ നമ്മൾ എവിടെ നിന്നുണ്ടാക്കാനാ അച്ഛാ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ എന്തെങ്കിലും ഒരു പോംവഴി പറ. ഇത്രയും പണത്തിന് നമ്മൾ എവിടെ പോവും അച്ഛാ? മുത്തശ്ശൻ എപ്പോഴാ വന്ന്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ മോളെ. ബീനാമയ്ക്ക് ഇതെന്തു പറ്റി? അത് സൂരജിന്റെ കാര്യം പറഞ്ഞപ്പോ അവള് കരഞ്ഞതാ. ഞാൻ ചായ എടുക്കാം. ചായ വേണ്ട മോളെ, കുറച്ച് വെള്ളം മതി. മോളെ, അല്ലെങ്കിൽ ചായ എടുത്തോ. ഒരു ക്ഷീണം പോലുണ്ട്. ചായ കുടിക്കുന്നതാ നല്ലത്. ഞാനിപ്പോ എടുത്തിട്ട് വരാം. ധൃതി വേണ്ട, പതിയെ എടുത്താ മതി മോളെ. അച്ഛാ, അവൾ എന്തെങ്കിലും കേട്ട് കാണോ? അതിന് സാധ്യതയില്ല. എനിക്ക് എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണോ അച്ഛാ? അതിനെന്താ ഒരു വഴി? വിഗ്രഹം എന്തായാലും അവിടുന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ പണം കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും പണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഒരു രൂപവും ഇല്ല. ഹരിയേട്ടനോടോ മീരയോടോ ഒന്നും ഇതേക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. എന്തിനാ ഇത്രയും പണം ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാ നമുക്ക് മറുപടിയില്ല. അത് മാത്രമല്ല, വിഗ്രഹത്തിന്റെ കാര്യം മീരയോ ഹരിയേട്ടനോ അറിഞ്ഞാ പിന്നെ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല. ഇത്രയും പണം പെട്ടെന്ന് തരാൻ ഒരാൾക്കേ സാധിക്കൂ. ആർക്ക്? ആദർശിനും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദർശ് നമ്മളെ സഹായിക്കൂ? മീരയോട് പോലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലാ ആദർശ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ബീനെ? ആദർശ് ഇപ്പോ സൂരജിനെ തിരക്കി കർണാടകയിൽ പോയിരിക്കല്ലേ. അവിടെ നിന്നും വിവരങ്ങളൊന്നും അറിയാതെ ആദർശ് തിരിച്ചു വരൂ. അതിനു മുമ്പ് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറ്റില്ല. ആദർശ് അവിടുത്തെ പോലീസിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അന്വേഷണം ഉണ്ടാവും. പഴയ കേസുകളെല്ലാം അവർ കുത്തിപ്പൊക്കും. ജയിലിൽ കിടക്കുന്നവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്താ നമ്മളൊക്കെ പ്രതികളാവും. സൂരജിന് വേണ്ടി ഈ പ്രായത്തിൽ ജയിലിൽ പോകാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല. ഈ കേസിൽ സൂരജും ബീനയും എല്ലാം പ്രതികളാ. സൂരജിനെ രക്ഷിക്കാൻ ശ്രമിച്ച് അവസാനം അവൻ കൂടി പ്രതിയായാല് നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ബീനാമേ, ചായ. എനിക്കിപ്പോ വേണ്ട മോളെ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തോ. ചായ മാത്രം കുടിച്ചാ ഈ പരവേശം മാറില്ല. മീരയുടെ മുന്നിൽ വെച്ച് ഇനി സംസാരിക്കാൻ പറ്റില്ല. നീ പണത്തിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. ഞാനും എന്റെ വഴിക്ക് ശ്രമിക്കാം. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ.
സൂരജിന്റെ കാര്യം സംസാരിക്കാൻ ഹരിയെങ്കിലും മാത്രം വരുമെന്ന് കരുതിയത്. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാനല്ലേ ആദർശെ നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു കാര്യവും തീരുമാനമില്ലാതെ നീണ്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ആവുന്ന രീതിയിലെല്ലാം അന്വേഷിച്ചു. പക്ഷേ സൂരജിന്റെ വിവരമൊന്നും കിട്ടിയില്ല. സൂരജിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആളോട് ആദർശായിട്ട് നേരിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. അയാളൊരു മുഴുക്കുടിയനാ. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴേ മദ്യം വാങ്ങാൻ പണം കൊടുത്താലേ അയാൾ എന്തെങ്കിലും പറയുമെന്ന അവസ്ഥയിലായിരുന്നു. അപ്പോ അയാൾ സൂരജിനെ കണ്ടു എന്ന് പറഞ്ഞത് നുണയായിരുന്നോ? ആക്സിഡന്റ് ആയ ബസ് ആ ഭാഗത്ത് നിർത്തിയപ്പോൾ വെള്ളം വാങ്ങാനോ മറ്റോ സൂരജ് ഇറങ്ങിയതാണെന്ന് തോന്നുമെന്നും അയാൾ കടയിൽ മദ്യത്തിൽ മിക്സ് ചെയ്യാൻ വെള്ളം വാങ്ങാൻ നിന്നപ്പോഴാണ് സൂരജ് വന്നതെന്നും തിരികെ ബസ്സിൽ കയറാൻ സമ്മതിക്കാതെ രണ്ടുപേര് സൂരജിനെ അവിടുന്ന് കാറി കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടുവെന്നാണ് അയാൾ പറയുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയാൻ വയ്യ. അവിടുത്തെ പോലീസുകാരെ കൊണ്ട് അയാളോട് ചോദിച്ചാൽ സത്യമാണോ കള്ളമാണോ അയാൾ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ലേ? അതിനൊക്കെ ഞാൻ ശ്രമിച്ചു. പോലീസ് പറയുന്നത് അയാൾ വിശ്വസിക്കരുതെന്നാ. മദ്യം വാങ്ങാൻ പൈസ കിട്ടുന്നതിന് വേണ്ടി അയാൾ എന്ത് നുണയുണ്ടാക്കി പറയുമെന്നാ അവരെന്നോട് പറഞ്ഞത്. എന്നാലും എസ് ഐ അയാളെ പേടിപ്പിച്ച് ചോദ്യം ചെയ്യിക്കുകയൊക്കെ ഉണ്ടായി. അയാൾ പറയുന്നത് സത്യം തന്നെയാണെന്ന് അയാൾ ആണയിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അവസാനം പോലീസുകാർ ഒന്നുകൂടി കടുപ്പിച്ച് ചോദിച്ചപ്പോൾ പേടിച്ചിട്ടാണ് തോന്നുന്നു. അവർ കൊണ്ടുപോയ ആൾ സൂരജ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലെന്നും അയാൾ പറഞ്ഞു. സൂരജിനെ കൊണ്ടുപോയിന്ന് പറയുന്ന കാറിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാനായി ശ്രമം നടത്തിയായിരുന്നോ? പോലീസുകാർ CCTV ഫുട്ടേജ് കിട്ടാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. അപ്പം നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നതല്ലേ? അതെ. മുത്തശ്ശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൈവന്നതായിരുന്നു. വിദ്യയും വലിയ പ്രതീക്ഷയോടെ സൂരജിന്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുക. പോലീസ് ആവുന്ന രീതിയിലെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. എന്ത് വിവരം കിട്ടിയാലും അവർ നമ്മളെ വിളിക്കും. അതിനുവേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇനി സൂരജിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ, അല്ലാതെ എന്ത് ചെയ്യാനോ? ഞാനെന്നാ ചെല്ലട്ടെ. എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ആദർശേ, മീരയുടെ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ആദർശ് പോകുന്ന എന്താ? അതിനൊരു തീരുമാനം വേണ്ടേ? നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ആദർശ് പറയുന്നുണ്ടെങ്കിലും അതല്ല സത്യമെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇതിങ്ങനെ തുടരുന്നതിൽ എന്താണ് അർത്ഥം? അത് ഞാൻ വരാം. വീട്ടിലിപ്പോൾ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളല്ല. ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ ആദർശിന് വീട്ടിലേക്കും വരാമായിരുന്നല്ലോ. ഇവിടെ വെച്ച് കാണാമെന്ന് ആദർശ് തന്നെയല്ലേ പറഞ്ഞത്? അത് സൂരജിന്റെ കാര്യം സംസാരിക്കാനല്ല അങ്കിൾ. അത് നമ്മൾ സംസാരിക്കുകയും ചെയ്തല്ലോ. സൂരജിന്റെ കാര്യം മാത്രം സംസാരിച്ചത് കൊണ്ടായോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആദർശ് ഇപ്പൊ പറയുന്ന വീട്ടിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ വന്നിരുന്നല്ലോ. മാധവി മാഡമായിട്ടും അഭിരാമിയുമായി ഞാൻ സംസാരിച്ചതുമാണ്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ അങ്കിളിനോടൊന്നും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, എങ്കിൽ ആദർശ് പറയൂ, എന്താണ് പ്രശ്നമെന്ന്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. പരിഹാരം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുണ്ടാവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്കാർക്കും അറിയാത്തതും മനസ്സിലാവാത്തതുമായി എന്തു പ്രശ്നമാണ് ആദർശിന്റെ മനസ്സിൽ മറച്ചു വെച്ചേക്കുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു അങ്കിൾ. സമയമാകുമ്പോൾ ഞാൻ വന്ന് മീരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതുവരെ ആരും ഇനി ഈ കാര്യം എന്നോട് സംസാരിക്കരുത്. ഈ ആദർശന് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. മോള് വാ.
ആദർശിനെ പിണക്കുന്ന രീതിയിലൊന്നും സംസാരിക്കണ്ടായിരുന്നു. അതിനങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല. പക്ഷെ മീരയുടെ കാര്യം പറയുമ്പോൾ ആദർശ് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക. ആദർശേട്ടൻ എന്നെ ഇത്രമാത്രം വെറുക്കാൻ ഞാൻ എന്താ ചെയ്തെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ജീവനായിട്ട് കരുതിയിരുന്ന ആളാ ഇപ്പൊ എന്റെ പേര് പറയുമ്പോഴേ കലി പിടിക്കുക. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എല്ലാം സാവകാശം ശരിയാകും. അതെ, ഇപ്പൊ നമ്മൾ ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നത് തന്നെയാ ബുദ്ധി. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ച് എന്തെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ആദർശ് ശ്രമിക്കുന്നത്. ആദർശിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. ആദർശിന്റെ കൈകളിൽ എന്റെ മോള് സുരക്ഷിതയായിരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവരുടെ വിവാഹം നടത്തിയത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഹരിയേട്ടൻ വിഷമിക്കണ്ട. നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. തൽക്കാലം മിണ്ടാതെ നിൽക്കുന്നു എന്നത് നമ്മുടെ തോൽവിയായി കൂട്ടുകയും വേണ്ട. ആദർശും മീരയും തമ്മിലുള്ള പിണക്കം ഇന്നല്ലെങ്കിൽ നാളെ തീരും. പിന്നെ ഇവർ ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. ഇപ്പോഴത്തെ ദേഷ്യത്തില് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നത് വലിയ സങ്കടമാവും. അതുകൊണ്ടാ ഞാനെല്ലാം സഹിക്കുന്നത് ക്ഷമിക്കുന്നു ഒക്കെ. ആദർശേട്ടന്റെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്നെ വെറുക്കാനോ ഉപേക്ഷിക്കാനോ ആദർശേട്ടന് സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പാ. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രാ ഞാൻ ഒന്നിലും പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്നതും. അതാ മോളെ ശരി. താഴ്ന്നു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാ. കാരണം നഷ്ടം നമുക്കാ. ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം. ആദർശിനെ ഇങ്ങനൊരു ഭാവത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. സൂരജിനെ കുറിച്ച് എന്താ ഹരിയേട്ടാ പറഞ്ഞത്? ആദർശ് എല്ലായിടത്തും അന്വേഷിച്ചോ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഒരു വിവരവും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ആദർശ് തിരക്കിയ ശരിയാവില്ല എന്ന്. അവന് നമ്മളോടോ സൂരജിനോടോ ഒരു സ്നേഹവും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ മീരയോട് വഴക്കിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ കർണാടകയിൽ പോയി തിരക്കിയിട്ട് പോലും കാണില്ല. അങ്ങനെയൊന്നും ആദർശേട്ടൻ ചെയ്യില്ല ബീനാമേ. സൂരജിന്റെ കാര്യത്തിൽ ആദർശേട്ടൻ ഒരു കള്ളത്തരവും കാണിക്കില്ല. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജയിലിൽ നിന്നിറക്കി എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവന്ന നിന്നെ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ആൾക്ക് ആരോടാ സ്നേഹം? ബീന വിഷമിക്കാതെ. ആദർശ് തിരക്കാരും ഇല്ലെങ്കിലും നമുക്കൊന്നുകൂടി അന്വേഷിക്കാം. പിന്നെ സൂരജിന്റെ മുത്തച്ഛനും അന്വേഷിക്കുന്നുണ്ടല്ലോ. തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. എല്ലാം ക്ഷമിക്കുന്നത് മീരയ്ക്ക് വേണ്ടിയാ. ഇപ്പം നമ്മളെ ഒഴിവാക്കാൻ എന്തു വഴിയും അവൻ നോക്കും. ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പിറകില് ആ അഭിരാമിയായിരിക്കും. വിവാഹം കഴിഞ്ഞ നാൾ മുതല് അവൾക്ക് മീരയെ ഇഷ്ടമായിരുന്നില്ലല്ലോ. അതൊന്നും ബീനാമ കാര്യാക്കണ്ട. ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അഭിചേച്ചി. അവളെ ആര് കണക്കാക്കുന്നു? പിന്നെ ആ വീട്ടില് അവള് മാത്രമല്ലല്ലോ, വേറെയും ചിലരില്ലേ. നിന്നോട് ശരിക്കുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ അവരിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ വരില്ലായിരുന്നോ? പോട്ടെ, ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാറുന്നില്ലേ? ബീന പറയുന്നതിലും കാര്യമുണ്ട്. എല്ലാരും കൂടിയുള്ള ഒത്തുകളിയായിട്ടാ എനിക്കിപ്പോ തോന്നുന്നത്. അതുകൊണ്ടാ ആദർശ് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാനോ പിണങ്ങാനോ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് കരുതി മീര ആദർശിന്റെ ഭാര്യ അല്ലാതാവില്ലല്ലോ. നിയമപരമായി മീര ആദർശിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എനിക്കൊന്നും വേണ്ട ബീനാമേ. ആദർശേട്ടന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ അതിനപ്പുറം എന്താ ഉള്ളത്? അങ്ങനെ വിഷമിക്കരുത്. മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? തെറ്റും ശരിയും തെളിയിക്കാനോ ആരോട് മത്സരിക്കാനോ ഒന്നും എനിക്ക് വയ്യ. അതിനൊന്നും താല്പര്യമില്ല. മോളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. നീ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത് നീ വെറും പാവം ആയതുകൊണ്ടാ. അത് നമ്മളെ പോലെ അവർക്കും അറിയാം. അതാ അവര് മുതലാക്കാൻ നോക്കുന്നത്. പുറമേ കാണുന്നൊന്നുമല്ല യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യരും. എന്റെ മോൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ആദർശെന്നാ ഞാൻ കരുതിയത്. ഇവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോഴും അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സൗന്ദര്യ പിണക്കമായിട്ട് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഇന്നത്തെ ആദർശിന്റെ പെരുമാറ്റം എന്നെ ശരിക്കും വേദനിപ്പിച്ചു. അത് കണ്ടപ്പോഴാണ്
ആദർശിന്റെ മനസ്സിൽ ഇത്രയും ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അച്ഛാ, അച്ഛൻ വിഷമിക്കല്ലേ. ഞാൻ കാരണം അച്ഛൻ കൂടി വേദനിക്കുകയാണ് എന്നായ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഹേയ്, അങ്ങനൊന്നുമില്ല മോളെ. അതിന് എന്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? തെറ്റ് ചെയ്യാത്ത മീരയ്ക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഇതൊക്കെ ജോത്സ്യം പറഞ്ഞതുപോലെ സമയദോഷം കൊണ്ട് സംഭവിക്കുന്നതാ. നമ്മൾ ഇനി ഇത് പരിഹരിക്കാൻ വെറുതെ സമയം കളഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്നതിലും നല്ലത് ഒന്നും ചെയ്യാതിരിക്കുന്നതാ. ആദർശിന് മോളോട് ദേഷ്യം ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാ. അത് മറക്കാതെ വേണം നമ്മൾ പെരുമാറാൻ. നമുക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ ആദർശ് മാത്രമേ ഉണ്ടാവൂ. നമ്മളെ ആദർശ് എന്ത് ചെയ്ത് സഹായിക്കാനാ? സൂരജനെ അന്വേഷിച്ചു പോയിട്ട് പോലും ആത്മാർത്ഥ കാണിച്ചിട്ടില്ലെന്ന് ബീന തന്നെയല്ലേ പറഞ്ഞത്? അത് ഞാൻ ആദർശിന്റെ ഇപ്പോഴത്തെ രീതികൾ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതാ. നമുക്ക് വേണ്ടത് ആദർശിന്റെയും മീരയുടെയും വഴക്ക് അവസാനിപ്പിക്കുക. അതിന് അവന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടാവാതെ മീര മോളോട് സ്നേഹവും അടുപ്പവും ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. അതാ വേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. ബീനമ്മേ, ടെൻഷൻ ആവാതെ. ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. ഭഗവാനെ, ആ മീരമോളെ, ആന്റി, ക്ഷേത്രത്തിൽ വരുമ്പോഴെല്ലാം മോളെ കൂടി കാണാൻ പറ്റണമെന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ വരാറ്. ഏതായാലും ഭാഗ്യം, ഇന്ന് കാണാൻ പറ്റിയല്ലോ. നിങ്ങളെല്ലാം കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എന്തിനാ മോളെ നിങ്ങളിങ്ങനെ അകന്ന് കഴിയുന്നത്? ഇതെന്റെ വിധിയാ ആന്റി. അത് അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ. ഇതിന് വിധിയെന്നല്ല, ആദർശിന്റെ അഹങ്കാരമെന്ന് വേണം പറയാൻ. അങ്ങനെയൊന്നും പറയണ്ട ആന്റി. ആദർശന്റെ മനസ്സിൽ എന്തോ കരട് വീണിട്ടുണ്ട്. സാവകാശത മാറിക്കോളും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. മോളുടെ വീട്ടിൽ വന്ന് മോളെ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഹരി എന്തെങ്കിലും ചോദിച്ചാ തിരിച്ചു പറയാൻ മറുപടിയില്ല. അതുകൊണ്ടാ വരാത്തത്. അങ്ങനെ ചിന്തിക്കണ്ട ആന്റി. അച്ഛന് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല. പിന്നെ എന്റെ ഭാവിയെക്കുറിച്ചോർത്ത് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അത് എന്റെ മുമ്പിൽ പോലും തുറന്നു കാണിക്കാറില്ല. എനിക്കറിയാം മോളെ, ഇവിടെ തെറ്റുകാരൻ ആദർശ് മാത്രമാണ്. എന്താ അവനിങ്ങനെ മാറിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും ഒരേ മനസ്സോടെ നേരിട്ടവരല്ലേ നിങ്ങൾ. ആ നിങ്ങള് എന്തിനാണെന്ന് പോലും അറിയാതെ പരസ്പരം അകലുന്നത് കാണുന്നത് മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. എനിക്ക് ആദർശനോട് യാതൊരു പിണക്കവും ഇല്ല. എപ്പോ ആദർശേട്ടൻ വന്ന് വിളിച്ചാലും തിരികെ വരാൻ ഞാൻ തയ്യാറാ. ഞാനൊരു കാര്യം പറഞ്ഞാ മോളതനുസരിക്കുവോ? എനിക്ക് ദോഷം വരുന്ന കാര്യമൊന്നും ആന്റി പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ എന്തിനാ ഞാൻ ആന്റി അനുസരിക്കാതിരിക്കുന്നേ? മോള് തിരിച്ചു വരണം. പരസ്പരം അകന്നു നിന്നാ നിങ്ങൾക്കിടയിലെ വഴക്ക് തീരാൻ സമയമെടുക്കും. വീട്ടിലേക്ക് വന്ന് അവിടെ താമസിക്കുമ്പോൾ പരസ്പരം കാണാനും സംസാരിക്കാനും എല്ലാം സാധിക്കുമല്ലോ. ആന്റിക്ക് എന്നോട് വിഷമം തോന്നരുത്. ഞാൻ അനുസരണക്കേട് കാണിച്ചൊന്നും തോന്നരുത്. ഞാൻ വരില്ല. ആദർശേട്ടൻ ആ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചത്. ഇനി ആദർശേട്ടൻ വിളിക്കാതെ എനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. ഞാനല്ലേ മോളെ വിളിക്കുന്നത്. മാധവിയുടെ അഭിപ്രായവും ഇത് തന്നെയാ. അമ്മയ്ക്കും ആന്റിക്കും എന്നോടുള്ള സ്നേഹം എനിക്കറിയാം. പക്ഷേ അത് മാത്രം പോരല്ലോ ആന്റി. ആദർശേട്ടന്റെ ഭാര്യ എന്ന സ്ഥാനം എനിക്ക് ആ വീട്ടിലുള്ളത്. ആദർശേട്ടൻ എന്നെ വേണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ എനിക്ക് എന്ത് പ്രസക്തിയുള്ളത്? ആന്റിക്കറിയാലോ, ഞാൻ എന്നും ആദർശേട്ടന്റെ നന്മ മാത്രമേ ഓർത്തിട്ടുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ദോഷമാണെന്ന് സ്വയം പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് എന്നോട് അപേക്ഷിക്കുമ്പോൾ ഞാൻ ആ അപേക്ഷ തള്ളിക്കളയാൻ പാടുണ്ടോ? ഈ ആദർശിന് ഇതെന്താ പറ്റിയതെന്ന്
എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഞാൻ എന്തു പറഞ്ഞാലും എതിർക്കാതെ അനുസരിക്കുന്ന സ്വഭാവമായിരുന്നു അവന്. പക്ഷെ ഇപ്പോ എന്റെ വാക്കുകൾ പോലും അവൻ ധിക്കരിക്കുക. ആദർശന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ആന്റി. ഒരുപക്ഷെ ഞാൻ കാരണമാണ് അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്ന് കരുതിയിട്ടുണ്ടാവും.